ടോക്സിക്. അന്നത്തെ നിലപാടിന്റെ നേരെ ഓപ്പോസിറ്റ്. അന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം നോക്കാം. ഹായ് നമസ്തേ, കപ്രീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ സിനിമ വിശേഷങ്ങളാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ വിഷയം? ഇപ്പം ഒരു സിനിമ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഏറി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്കാണോ ആ സിനിമയാണെന്ന്. ടോക്സിക്. അപ്പം ഇവിടെ ഗീതു മോഹൻദാസ് മാഡം സംവിധാനം ചെയ്ത മാഡം എന്ന് പറയണം, മാഡം സംവിധാനം ചെയ്ത ടോക്സിക് എന്ന് പറയുന്ന സിനിമ. യാഷും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഡയറക്ഷൻ ചെയ്യാനായിട്ട്. കാണും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എടാ അല്ല, ഇതിപ്പം ആദ്യം ഗീതു മോഹൻദാസിനെ കുറിച്ച് ഡയറക്റ്റ് ചെയ്തോണ്ടിരുന്നിട്ട് പിന്നെ യാഷും കൂടെ ഡയറക്റ്റ് ചെയ്യാൻ വന്നതാണ് അറിഞ്ഞത്. ആ സംഭവത്തിന് ഇടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ആ ടൈമിലൊക്കെ കേട്ടതാണ്. കാണും. അപ്പം ഇഷ്യൂ എന്ന് വെച്ചാൽ പണ്ട് ഗീതു മോഹൻദാസ് എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 2016 ഇപ്പൊ കറക്റ്റ് 10 വർഷം ആയപ്പോഴത്തേക്ക് 2026, സ്വാഭാവികമായിട്ട് 2026 10 വർഷം കഴിയുമ്പോ. അപ്പം നിലപാട് അതിനനുസരിച്ച് മാറി 10 നിലപാടുകൾ അങ്ങ് മാറിപ്പോയി. പ്രായമായില്ല. അപ്പോ എന്താണ് അന്നത്തെ നിലപാടിന്റെ നേരെ ഓപ്പോസിറ്റ്. അന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം. നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് കാര്യമില്ല, ടിൽറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. You have to slowly introduce them, slowly make them comfortable. ഞാനതാണ് വിശ്വസിക്കുന്നത്. As a filmmaker, it is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever. If they are conditioned in a certain way in their thoughts, I need to make them very comfortable. അല്ല, ഞാൻ യോജിക്കുന്നു. കാര്യം മേഡം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് സിനിമയിലേക്ക് വരുമ്പോ സ്ലോലി ആണ് കംഫർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ഫാമിലി കാണാൻ പറ്റുന്ന രീതിക്ക് കാണാം സിനിമ എടുക്കാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം എന്താണ് ടോക്സിക് എല്ലാരും കണ്ടു കാണും. ടീച്ചർ കാണത്തിലുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അഡൽട്ട് അതാണ്, അതുകൊണ്ട് ചെറിയ നമ്മള് അന്ന് കസബ ഇറങ്ങിയപ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു സീന്. പക്ഷെ ആ സീന് ആവശ്യമുണ്ടോ വെച്ചാൽ ആ ഒരു ക്യാരക്ടർ സ്വഭാവം അതാണെങ്കിൽ അത് കാണിച്ചല്ലേ പറ്റൂ. പക്ഷെ അതായത് മമ്മൂക്കയുടെ കസബ അത് പിന്നെ ഇത്ര 10 വർഷം കഴിഞ്ഞ് 2026 വരുമ്പോഴത്തേക്ക് ഇപ്പൊ നിലപാടെന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാം. ഇത് ഫാമിലി ഓഡിയൻസിനെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്നുള്ള തരത്തിലാണ് ഗീതു മോഹൻദാസ് പറയുന്നത്. ഗീതു മോഹൻദാസിന് പറയാം ടോക്സിക് എന്നാണ് സിനിമയുടെ പേര് തന്നെ. ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ കഥ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരിയാണ്. അപ്പൊ കസബയിലും അത് തന്നെയാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ ഡയലോഗ് എഴുതി അങ്ങനെ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷെ അന്ന് അത് ആ നിലപാട് അത് പറഞ്ഞിട്ട് പിന്നെ ഈ പാലിക്കാൻ പറ്റാത്തൊരു നിലപാടായിട്ട് മാറുന്ന കാര്യമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ അന്നത്തെ ആരും കൂടെ ഇല്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. അത് വേറൊരു കാര്യം, അടുത്ത് പാർവതി തിരുവോത്ത് ഉണ്ടായിരുന്നു, റീമ കല്ലിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. എടാ പക്ഷെ പാർവതി തിരുവോത്തൊക്കെയാണ് സത്യം പറഞ്ഞ ഇര എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാര്യത്തില്. ഇപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ പേര് പറയിപ്പിച്ചു. പക്ഷെ എന്നിട്ട് ഇപ്പൊ എല്ലാരും അതിനുശേഷം ഈ ഒരു മുമ്പ് ഗ്ലിംസ് വന്നായിരുന്നു മറ്റേ ബാറിലത്തെ സീന്. അതിനുശേഷം പാർവതി തിരുവോത്ത് അൺഫോളോ ചെയ്യുന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയണത്. നമ്മൾ നോക്കിയിട്ടില്ല. ഗീതു മോഹൻദാസിനെ അൺഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോൾ ഉണ്ടായിരുന്നു. അതുപോലത്തെ ട്രോളുകളാണ് ഇപ്പോഴും വന്നു തുടങ്ങിയത്. ഇപ്പൊ മറ്റേ തെങ്കാശി പട്ടണത്തില് കണ്ടായിരുന്നു, കാണിച്ചു തരാം. എല്ലാരും കൂടെ WCC എന്തിനുള്ള പുറപ്പാണ്. WCC നോക്കണോ അത്? ട്രോളുകൾ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ പാലിക്കാൻ പറ്റാത്ത നിലപാടുകൾ പറയരുത്. ആർക്കാണെങ്കിലും നിലപാട് സ്വീകരിക്കാം, പക്ഷെ പറച്ചില് മാത്രമല്ല അത് അതാണ് ഒരു നിലപാടെന്ന് പറയുന്നത്. അഥവാ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിനെ നേരെ ഓപ്പോസിറ്റ് കാണിക്കാൻ അത്രേ ഉള്ളൂ. സിനിമയായിട്ട് കാണുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ വേറെ കാര്യം, ജോബി ജോർജ് ഒരു പോസ്റ്റ് ഇട്ട് കസബ ഒരു വരവും കൂടെ വരാൻ പോവുകയാണ്, കസബ 2 എന്തോന്ന് പറയണമെന്ന് കാണാം. അത് ഇന്ന് തന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ കാര്യം മനസ്സിലായി മനസ്സിലായി. സ്വാഭാവികമായിട്ടും അതിന്റെ കമന്റ് ബോക്സിലെ ഫുൾ ഇതാണ്, ആരെയും കുത്തി സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ.
എന്ത് സഭ എല്ലാരും ഉറ്റു നോക്കിയ ഒരു കാര്യം അത് തന്നെയാണ്. ഇത് എന്തൊക്കെയാണ് കാണിക്കണത്? ഇത് എന്തോന്ന് ഇപ്പം അത് അല്ലെങ്കിൽ തന്നെ ആ ഒരു ടീസർ നമ്മൾ കാണും. ടീസറിലല്ല ഇത് ഗ്ലിംസ്. അപ്പം യാസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഗ്ലിംസ് ഇറങ്ങിയത്. അത് കാണുന്ന ടൈമിൽ ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് മൂവി ടച്ച് ഒക്കെ ഫുൾ ഇംഗ്ലീഷ് ടച്ച്, കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് തോന്നും. കുറച്ച് കഴിഞ്ഞ് മാറി പോയി. എന്തായത് അങ്ങനത്തെ ഒരു ടൈപ്പില് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇത് ആർക്ക് വേണമെങ്കിലും അതെടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ നിലപാട് പറഞ്ഞ ഒരാൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു പ്രശ്നം എല്ലാവരും ഈ ഒരു കളിയാക്കുന്നതും ട്രോളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം WCC തെറ്റാണെന്നോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എടുക്കുന്ന ചില നിലപാടുകൾ തെറ്റാണെന്നോ നമ്മൾ പറയുന്നില്ല. നിലപാടുകൾ എടുത്താൽ അത് പാലിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. പുതിയ വിശേഷങ്ങളുമായി ഉടനെ വരുന്നവരെ. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.